പെയിന്റിംഗ് ആൻഡ് കോട്ടിംഗ് ശൃംഖലയുടെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു നെക്സ P&C Consultant, India's first independent paints and coating consultant who can provide you the best system recommendations and specifications for your painting projects. Myself, Rajin Gagadharan. ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ വിപുലമായ അതേപോലെ ടെക്നിക്കലി സൗണ്ടായ ഒരു പെയിന്റിംഗ് ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ പ്രൊസീജിയേഴ്സും ഓരോ മെത്തേഡ്സും ഓരോ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ലൈക്ക് ISO സ്റ്റാൻഡേർഡ്സ്, BS സ്റ്റാൻഡേർഡ്സ്, NACE സ്റ്റാൻഡേർഡ്സ്, SSPC സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ഓരോ പെയിന്റിംഗ് പ്രൊസീജിയേഴ്സും ഓരോ കോട്ടിംഗ് സിസ്റ്റവും ഓരോ സ്റ്റാൻഡേർഡ്സുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കണം നമ്മൾ ഓരോ ഇൻഡസ്ട്രീസിലും നമ്മൾ കോട്ടിംഗ് സ്പെസിഫിക്കേഷൻ ചെയ്യേണ്ടതും അത് മോണിറ്റർ ചെയ്യേണ്ടതും. എന്തൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡ്സ്, അതേപോലെ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിൽ അവലംബിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് മുന്നേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ്. ഒരു ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവിടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ലൈൻസ് ഉണ്ടാവും, ഹെവി മെഷീനറീസ് ഉണ്ടാവും, ഓപ്പറേഷണൽ വർക്ക് ഫ്ലോസ് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു യൂണിറ്റ്, അതാണ് ഒരു ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇത്രയും ഫാക്ടേഴ്സിനെ, അതായത് നമ്മുടെ ആ അസറ്റിനെ എത്രത്തോളം നമുക്ക് ഡിറ്റീറിയറേറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ആവാണ്ടെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വി ഹാവ് ടു ഹൗ ടു സെക്യൂർ ദീസ് സ്ട്രക്ചേഴ്സ് ആൻഡ് അസറ്റ്സ് ഫ്രം ഡിറ്റീറിയറേഷൻ, അതാണ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിന്റെ മെയിൻ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ അസറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു കോട്ടിംഗ് സിസ്റ്റംസ് ഡെക്കറേറ്റീവ് കോട്ടിങ്സിനെയോ അല്ലെങ്കിൽ റെഗുലർ പെയിന്റ്സിനെയോ അപേക്ഷിച്ച് വളരെയധികം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ആർക്കിടെക്ചർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് പ്രൊജക്റ്റിൽ ആ പ്രൊജക്റ്റിന്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ കളേഴ്സ്, അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സിലേക്ക് വരുമ്പോൾ ആ ഉപയോഗിക്കുന്ന പെയിന്റ് അത് ആ ഒരു അസറ്റിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് റാദർ ദാൻ ബ്യൂട്ടി. ഇവിടെ ഒരു സംശയം വരാം, എന്തിൽ നിന്നാണ് നമ്മൾ ഈ സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ടേം ഈസ് കോൾഡ് കൊറോഷൻ. കൊറോഷൻ എന്നുള്ള ടേം ഫെമിലിയർ അല്ലെങ്കിലും റസ്റ്റ് എന്നുള്ള ടേം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അതായത് തുരുമ്പ്. നമ്മുടെ വീടുകളിലും ബിൽഡിങ്ങുകളിലും കണ്ടുവരുന്ന തുരുമ്പ് തന്നെയാണ് ഈ റസ്റ്റ് ഓർ കൊറോഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോകുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഹെവി സ്ട്രക്ചറൽ സ്റ്റീൽസ് കൊറോഡ് ചെയ്യുക അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നൊരു സംഗതിയാണ്. ചിലപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറൽ ബിൽഡിംഗ് കൊളാപ്സ് ആകാൻ തന്നെ ഈ ഒരു റസ്റ്റിംഗ് പ്രോസസ് കാരണമായേക്കാം. ടെക്നിക്കലി പറയുകയാണെങ്കിൽ കൊറോഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് കൺവേർട്സ് ദി റിഫൈൻഡ് മെറ്റൽ ഇൻടു എ മോർ സ്റ്റേബിൾ ഓക്സൈഡ് ഫോം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കാർബൺ സ്റ്റീൽസ്, ഇവയെല്ലാം നമ്മൾ അയൺ ഓർസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അയൺ ഓർസ് നിരവധി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള സ്ട്രക്ചറൽ സ്റ്റീൽസും അതർ ഫോംസിലും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഈ സ്ട്രക്ചേഴ്സിന് തീർച്ചയായും അത് അതിൻ്റെ സ്റ്റേബിൾ ഫോം, അതായത് അയൺ ഓക്സൈഡ് എന്നുള്ള ഫോമിലേക്ക് മാറാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി പേസ് ഓഫ് കൊറോഷൻ? ഏതെല്ലാം സാഹചര്യങ്ങളാണ് ഈ സ്റ്റീൽസ് അല്ലെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് കൊറോഡ് ചെയ്യാൻ കാരണമായി വരുന്നത്? അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം, അതായത് ഈ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ആസ് പെർ ISO 12944 സ്റ്റാൻഡേർഡ്സ് ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് 5 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് C1, ദറ്റ് ഈസ് വെരി ലോ കൊറോസീവ് എൻവയോൺമെന്റ്. നമ്മളുടെ സ്കൂളുകൾ, ഹോട്ടൽസ്, അതുപോലെ ചെറിയ ഷോപ്പിംഗ് മാൾസ്, ഇവയെല്ലാം
C1 ലെവൽ ഓഫ് കൊറോഷനിൽ വരുന്നതാണ്. അതായത് ഒരു വലിയ പൊല്യൂഷനോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റീൽസ് കൊറോഡ് ചെയ്യാൻ ചാൻസ് വളരെ കുറവായ ഏരിയയാണ് C1 എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് C2. C2 എന്ന് പറയുന്നത് C1 അപേക്ഷിച്ച് കുറച്ചുകൂടി പൊല്യൂട്ടഡ് ആയ എൻവയോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഒരു വലിയ ടൗണിനകത്തുള്ള വലിയ ഷോപ്പിംഗ് മോൾസ് അല്ലെങ്കിൽ എയർപോർട്ട്സ്, മൊബിലിറ്റി ഹബ്സ്, ഇതെല്ലാം നമുക്ക് C2 ലെവൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. C1 അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ലെവൽ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതാണ് C2 എന്ന് പറയുന്നത്. C3 എന്ന് പറയുന്നത് മൈൽഡ് ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് ആണ്. അതായത് ഇറ്റ്സ് എ കൊറോസീവ് ഏരിയ. ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ്, ചെറിയ ചെറിയ ഫാക്ടറീസ്, കോസ്റ്റൽ ബിൽഡിങ്സ്, ഇവയെല്ലാം നമുക്ക് C3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫോർത്ത് കാറ്റഗറി ഈസ് C4. C4 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റ് ആണ്. ഹെവി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ആവാം, മൈൽഡ് കെമിക്കൽ പ്ലാന്റ്സ് ആവാം, ഫാക്ടറി യൂണിറ്റ്സ് ആവാം, അതുപോലെ ബോട്ട് യാർഡ്സ്, ഇവയെല്ലാം നമുക്ക് C4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന എൻവയോൺമെന്റ്സ് ആണ്. C4 കാറ്റഗറി എന്ന് പറയുന്നത് ഹൈലി കൊറോസീവ് എൻവയോൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചേഴ്സിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് സിസ്റ്റംസ് വളരെയധികം സ്റ്റേബിൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ദ ഫിഫ്ത്ത് കാറ്റഗറി ആൻഡ് ദി ഫൈനൽ വൺ ഈസ് C5. C5 എന്ന് പറയുന്നത് വെരി ഹൈ കൊറോസീവ് എൻവയോൺമെന്റ് ആണ്. വെരി ഹൈ കൊറോസീവ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓയിൽ റിഫൈനറീസ്, നമുക്ക് സുപരിചിതമായ ഒരു ടേമാണ് ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത്. ഓയിൽ റിഫൈനറി, അതിനോടനുബന്ധിച്ചുള്ള ടാങ്ക് ലൈൻസ്, പൈപ്പ് ലൈൻസ്, മറൈൻ സ്ട്രക്ചേഴ്സ്, ഇവയെല്ലാം C5 ലെവൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ C5 തന്നെ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3. അതായത് C5 ഇൻഡസ്ട്രിയൽ, നമ്മൾ കാണുന്ന ഒരു ഓയിൽ റിഫൈനറിയുടെ സ്ട്രക്ചറൽ സ്റ്റീൽസ്, അതിൻ്റെ പൈപ്പ് ലൈൻസ്, ടാങ്ക്സ്, ഇവയെല്ലാം C5 ഇൻഡസ്ട്രിയലിൽ വരുന്നതാണ്. Then the other classification is C5M, that is C5 marine, offshore structures, seashore structures, ഇവയെല്ലാം മറൈൻ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ്. അതേപോലെ സ്പ്ലാഷ് സോൺസ്, ഇതെല്ലാം C5M കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ C5I, ദാറ്റ് ഈസ് ഇമ്മേഷൻ. ഇമ്മേഷൻ എന്ന് പറയുന്നത് ഭൂമിക്കടിയിലൂടെയോ വെള്ളത്തിനടിയിലൂടെയോ പോകുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പൈപ്സ്, ഇവയെല്ലാമാണ് C5I, അതായത് ഇമ്മേഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഓരോ എൻവയോൺമെന്റിലും, അതായത് C1 മുതൽ C5 വരെ, നെക്സ ആസ് എ പെയിന്റ്സ് ആൻഡ് കോട്ടിംഗ് കൺസൾട്ടന്റ് ആൻഡ് ആസ് പെർ ദി സ്റ്റാൻഡേർഡ്സ്, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഓരോ സിസ്റ്റം സ്പെസിഫിക്കേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. C1 അല്ലെങ്കിൽ C2, C3 എന്നീ കാറ്റഗറിയിൽ കൊടുക്കുന്ന കോട്ടിംഗ് സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് ഒരിക്കലും നമുക്കൊരു C5 അല്ലെങ്കിൽ C4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അവിടെ റെക്കമെൻഡ് ചെയ്യാനോ തീർച്ചയായും സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ C4 ആൻഡ് C5 എന്ന് പറയുന്നത് ഹൈലി കൊറോസീവ് എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പല ബാരിയേഴ്സിനെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ലൈക്ക് കെമിക്കൽ ഗ്യാസസ്, പൊല്യൂഷൻ, സാൾട്ട് കണ്ടാമിനേഷൻ, ഇവയെല്ലാം എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാം എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള കോട്ടിംഗ് സ്പെസിഫിക്കേഷനാണ് ഓരോ എൻവയോൺമെന്റിലും നെക്സ റെക്കമെൻഡ് ചെയ്യുന്നത്. We hope you may more interested to know about all these aspects and more about the protective coating systems. Hence, kindly subscribe our channel and keep supporting our channel for more updates and more deeper sides of protective coating systems. Thank you for watching.